വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം കമ്മീഷനിങ് ചെയ്യാൻ ഇനി ഒരു ദിവസം മാത്രം ബാക്കി, 24 മണിക്കൂർ. പ്രധാനമന്ത്രി വരുന്നു കമ്മീഷനിങ് നിർവഹിക്കാൻ. അവകാശവാദങ്ങൾക്കൊരു പഞ്ഞവും അന്തവും കുന്തവുമില്ല. ആരൊക്കെയാണ് വിഴിഞ്ഞത്തെ ഗർഭം ധരിച്ചത് എന്നുള്ളതാണ് ഇപ്പോഴത്തെ തർക്കം. അപ്പോൾ തർക്കത്തിൽ ഇന്നലെ പറഞ്ഞതിൻ്റെ ബാക്കി ചില കാര്യങ്ങൾ കൂടി പറയാമെന്ന് ലെഫ്റ്റ് ബോയ്സ് വിചാരിക്കുന്നു. ആരാണ് ശരിക്കും വിഴിഞ്ഞം യാഥാർത്ഥ്യമാക്കിയത്? ആ ചോദ്യം ഇപ്പോഴും ഇങ്ങനെ അന്തരീക്ഷത്തിൽ ഇങ്ങനെ അലയടിക്കുകയാണല്ലോ. ചില പേരുകൾ നമ്മൾ മറന്നു പോകരുത്. തിരുവിതാംകൂർ രാജഭരണകാലത്ത് തുടങ്ങിയ വിഷയമാണ് വിഴിഞ്ഞം പുതിയ തുറമുഖം, രാജ്യാന്തര തുറമുഖം. അന്ന് ദിവാനായിരുന്ന സർ CP രാമസ്വാമി അയ്യർ മുൻകൈ എടുത്തിട്ട് ചില കാര്യങ്ങളൊക്കെ നീക്കിയെങ്കിലും അതെങ്ങും എത്തിയില്ല. രാജഭരണകാലം മുതൽ ഇതിൻ്റെ ചരിത്രമുണ്ട്. അപ്പം നമ്മൾ CPയുടെ പേര് ഇവിടെ പറയേണ്ടി വരും. വിഴിഞ്ഞം യാഥാർത്ഥ്യമായതിന് പിന്നിൽ നമ്മൾ ഈ കൊത്തിവെക്കേണ്ടുന്ന പേരുകളിൽ ഒന്ന് തിരുവിതാംകൂർ രാജകുടുംബമുണ്ട്, പിന്നെ ദിവാൻ സർ CP രാമസ്വാമി അയ്യരുണ്ട്. അത് ജനാധിപത്യം വരുന്നതിന് മുമ്പുള്ള, സ്വാതന്ത്ര്യലബ്ധിക്ക് മുമ്പുള്ള കാലഘട്ടം. ഇനി അതിനുശേഷം പിന്നെ എപ്പോഴാണ് ഇതിന് അനക്കം വെച്ചത്? അവിടെ ചില പേരുകൾ നമ്മൾ ഓർക്കണം. ഇപ്പോൾ ഈ സമയത്ത് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി വാർത്താ സമ്മേളനത്തിൽ എന്തുകൊണ്ട് ക്ഷണക്കത്ത് നേരത്തെ തയ്യാറാക്കിയില്ല. അതിൻ്റെ കാര്യങ്ങൾ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ഒരു ചടങ്ങിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇന്ന ആൾക്കാർ അതിൽ പങ്കെടുക്കുമെന്നുള്ള അറിയിപ്പ് വന്നാൽ മാത്രമേ ഔദ്യോഗിക ക്ഷണക്കത്ത് കൊടുക്കാൻ കഴിയുള്ളൂ. അതേസമയം സ്ഥലം MP അല്ലെ MLA അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലൊക്കെ കത്തുകൾ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അന്തിമ പട്ടിക, ഈ പറയുന്ന ചടങ്ങിൽ പങ്കെടുക്കേണ്ടവരുടെ അന്തിമ പട്ടിക PMO പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസിൽ നിന്ന് കിട്ടുന്ന നിർദ്ദേശപ്രകാരമേ അച്ചടിച്ച് ക്ഷണിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അവിടെ എന്താണ് ഒരു രാജീവ് ചന്ദ്രശേഖരൻ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് എങ്ങനെ ഈ പട്ടികയിൽപ്പെട്ടു? അത് മോദിയുടെ ഓഫീസിൽ നിന്ന്, പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ആവശ്യപ്പെട്ടു. ഇത് ആദ്യ സംഭവമല്ല. നമ്മൾ കൊച്ചി മെട്രോയുടെ ഉദ്ഘാടനം ഒന്ന് ഓർത്തു നോക്കുക. അന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് ആരായിരുന്നു? കുമ്മനം രാജശേഖരൻ. കുമ്മനടി എന്ന പ്രയോഗം എങ്ങനെയാണ് വന്നത്? ഒരു സുപ്രഭാതത്തിൽ കൊച്ചി മെട്രോയുടെ ഉദ്ഘാടനത്തിന് കുമ്മനം രാജശേഖരൻ BJP സംസ്ഥാന പ്രസിഡന്റ് പേരുകൂടി അതിനകത്ത് അച്ചടിക്കണമെന്ന് PMO ആവശ്യപ്പെടുന്നു, പ്രധാനമന്ത്രിയുടെ ഓഫീസ് ആവശ്യപ്പെടുന്നു. അങ്ങനെ കുമ്മനം രാജശേഖരൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. അതിനെയാണ് കുമ്മനടി എന്ന് പറയുന്നത്. കുമ്മനടിയുടെ രണ്ടാം ഘട്ടമാണ് ഇപ്പോൾ ഈ പറയുന്ന ഇപ്പോൾ വിഴിഞ്ഞത്ത് നാളെ നടക്കാൻ പോകുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കണം. രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന BJPയുടെ പുതിയ സംസ്ഥാന പ്രസിഡന്റിന് ക്ഷണക്കത്ത് കൊടുക്കണമെന്ന് PMO പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസ് ആവശ്യപ്പെട്ടപ്പോൾ അത് സംസ്ഥാന സർക്കാരിന് അംഗീകരിക്കേണ്ടി വരും. അപ്പൊ തിരിച്ചൊരു ചോദ്യമുണ്ട്, എന്തുകൊണ്ട് പ്രതിഷേധിച്ചുകൂടാ? പ്രതിഷേധമല്ല ഇവിടെ കാര്യം. ഇവിടെ കാര്യങ്ങൾ നടക്കണം. എന്തുകൊണ്ട് VD സതീശന് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ക്ലിയറൻസ് കിട്ടിയില്ല, പ്രതിപക്ഷ നേതാവായിട്ട് പോലും? എന്തുകൊണ്ട് മറ്റൊരു രാഷ്ട്രീയ പാർട്ടികളുടെയും സംസ്ഥാന പ്രസിഡന്റുമാരെ ക്ഷണിച്ചില്ല? എന്തുകൊണ്ട് രാജീവ് ചന്ദ്രശേഖരനെ മാത്രം ക്ഷണിച്ചു? എന്തുകൊണ്ട് കൊച്ചി മെട്രോയുടെ ഉദ്ഘാടനത്തിന് കുമ്മനം രാജശേഖരനെ ക്ഷണിച്ചു? അതിനാണ് കുമ്മനടി എന്ന പ്രയോഗം വന്നത്. ഈ കുമ്മനടിയാണ് ഇതുവരെയും 5 പൈസ പോലും മുടക്കാത്ത കേന്ദ്ര സർക്കാരും നരേന്ദ്രമോദി സർക്കാരും വിഴിഞ്ഞത്ത് കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ. ദേശീയ മാധ്യമങ്ങളിൽ, ഇംഗ്ലീഷ് ദിനപത്രങ്ങളിൽ ഉൾപ്പെടെ പരസ്യം കൊടുത്തു. അത് ഞങ്ങൾ ഇന്നലെ ചെയ്ത വീഡിയോയിൽ പറയുന്നുണ്ട്, കൂടുതൽ പറയുന്നില്ല, ആവർത്തന വിരസത ഉണ്ടാവാതിരിക്കാൻ വേണ്ടി. 5 പൈസ ഇതരം മുടക്കാതെ വന്ന് ഉദ്ഘാടിക്കുകയാണ്. വികസിത് ഭാരതത്തിന്റെ പദ്ധതിയായിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ ആണെന്ന് പറഞ്ഞിട്ട് ഒരു ഉളുപ്പ് വേണം നമുക്ക്. മിനിമം മലയാളത്തിൽ പറയുന്ന ഒരു വാക്കൊരു ഉളുപ്പ് വേണം. ആകെ തന്നത് 817 കോടി രൂപ വൈലബിലിറ്റി ഗ്യാപ്പ് ഫണ്ട്, VGF. അത് ഇന്നലെ പറഞ്ഞത് ഞങ്ങൾ ഇന്ന് ആവർത്തിക്കുന്നില്ല. ഒരു കാര്യം അതിന് കൂട്ടിച്ചേർക്കാൻ പറയാം.
ഈ രാജ്യത്ത്, ഈ ഇന്ത്യ മഹാരാജ്യത്ത് 71 പദ്ധതികളിൽ കേന്ദ്ര സർക്കാർ VGF ഫണ്ട് കൊടുത്തിട്ടുണ്ട്, വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് കൊടുത്തിട്ടുണ്ട്. 71-ൽ 70 ഗ്രാൻഡാണ്, കോടികൾ കൊടുത്തിട്ടുണ്ട് പല പദ്ധതികളിലായിട്ട്. അതൊന്നും സംസ്ഥാന സർക്കാരുകളോ ബന്ധപ്പെട്ട സ്ഥാപനങ്ങളോ തിരിച്ചടക്കേണ്ടുന്ന പൈസ അല്ല, അത് ഗ്രാൻഡായിട്ട് തന്നതാണ്. പക്ഷേ 71-ാമത്തെ പ്രോജക്റ്റിൽ, വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖ പ്രോജക്റ്റിൽ അത് ലോണാണ്. 870 കോടി രൂപ തരുന്നതിന് 10-12 വർഷം കാലാവധി അനുസരിച്ച് കരാർ പ്രകാരം 12,000 കോടി രൂപ വരെ സംസ്ഥാന സർക്കാർ തിരിച്ചടക്കണം. ഞങ്ങൾ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നു, പ്രധാനമന്ത്രി ഇന്ന് വൈകിട്ട് എത്തും, രാജ്ഭവനിൽ താമസം, നാളെ കമ്മീഷനിങ് ഉദ്ഘാടനം ചെയ്യുന്നു. അപ്പോഴെങ്കിലും നമ്മുടെ പ്രധാനമന്ത്രി ഈ രാജ്യത്തിന്റെ, അതുകൊണ്ടാണ് പറയുന്നത്, ഇതിനു വേണ്ടി, വിഴിഞ്ഞത്തിന് വേണ്ടി 5 പൈസ മുടക്കാത്ത ഈ പറയുന്ന കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രി നാളെയെങ്കിലും വന്നിട്ട് ഒരു പ്രഖ്യാപനം നടത്തിയാൽ ഈ VGF, ഈ വയലബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് ലോണല്ല, ഗ്രാൻഡായിട്ട് തരാൻ കേന്ദ്രം തീരുമാനിക്കുന്നു എന്നൊരു പ്രഖ്യാപനം നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയാൽ കേരളം സന്തോഷിക്കും. അതുണ്ടാകുമോ? കാത്തിരുന്ന് കാണാം. ഇത് ജനങ്ങൾ കാണുന്നുണ്ട്, ഇതൊക്കെ മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ വന്നിരുന്ന വേദിയിൽ ഇരിക്കട്ടെ, കൊച്ചി മെട്രോ ഉദ്ഘാടനത്തിന് കുമ്മനം രാജശേഖരൻ വന്നിരുന്നത് പോലെ എന്തേ VD സതീഷിനെ ക്ഷണിക്കാഞ്ഞത്, എന്തേ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളെ ക്ഷണിക്കാഞ്ഞത്? അപ്പൊ ഈ കുമ്മനടി പ്രശ്നമുണ്ടല്ലോ, അതിങ്ങനെ തുടരുകയാണ്. പിന്നെ മറന്നു പോകാതെ ചില പേരുകളോട് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുക. ഞങ്ങൾ രാമസ്വാമി അയ്യരുടെ CP കാര്യം പറഞ്ഞു. ജനാധിപത്യ ഗവൺമെന്റ് വന്നതിന് ശേഷം ഇതിന് ആദ്യം മുൻകൈയെടുത്തത് MV രാഘവനാണ്. MVR തുറമുഖ വകുപ്പ്, അന്ന് തുറമുഖ സഹകരണ വകുപ്പ് മന്ത്രി UDF സർക്കാരിലെ MV രാഘവനാണ്. MVR വിഴിഞ്ഞ തുറമുഖം യാഥാർത്ഥ്യമാകണമെന്ന് വളരെയേറെ ആഗ്രഹിച്ച ഒരു രാഷ്ട്രീയ നേതാവാണ്. അപ്പൊ ആദ്യം നമ്മൾ MV രാഘവനെ ഓർക്കുക. ഇതിനകത്ത് രാഷ്ട്രീയമില്ല. അദ്ദേഹം CPIM നിന്ന് പുറത്താക്കപ്പെട്ടു, അദ്ദേഹം UDF പോയി CMB രൂപീകരിച്ചു, അതൊക്കെ വേറെ കാര്യം. പക്ഷേ ഇതിനുവേണ്ടി ശ്രമിച്ചവരെ നമ്മൾ ഈ സമയത്ത് ഓർക്കുക. ഓർക്കാതെ ഇത് പൂർണ്ണമാവില്ല, വിഴിഞ്ഞം യാഥാർത്ഥ്യമാവില്ല. അപ്പോൾ ഒന്നാമത്തെ പേര് MV രാഘവൻ, MVR. 2 VS അച്യുതാനന്ദൻ ഗവൺമെന്റ് എടുത്ത നടപടികൾ. അന്ന് തുറമുഖ വകുപ്പ് മന്ത്രി M വിജയകുമാർ ആയിരുന്നു. ഓർക്കുക, കാര്യങ്ങളെല്ലാം നമ്മൾ ഓർത്തിരിക്കണം. 2 തവണ ഇതിനു വേണ്ടി അനുമതിക്ക്, വിഴിഞ്ഞം പദ്ധതിയുടെ തുറമുഖത്തിന്റെ അനുമതിക്ക് വേണ്ടി 2 തവണ VS ഗവൺമെന്റ്, അന്നത്തെ തുറമുഖ മന്ത്രി വിജയകുമാർ ഉൾപ്പെടെ ശ്രമിച്ചിട്ടും നടക്കാതെ പോയതിന് അള്ളു വെച്ചത് ഒറ്റ ഒരുത്തനാണ്. കേരളത്തിന് വേണ്ടി ഒരു ഗുണവും ചെയ്യാത്ത അന്നത്തെ പ്രതിരോധ മന്ത്രി, കോൺഗ്രസ് സർക്കാരിലെ, UPA സർക്കാരിലെ ആരാണ്? ശ്രീമാൻ AK ആന്റണി. ഈ കേരളത്തിന്റെ നന്മയ്ക്ക് വേണ്ടി എന്തെങ്കിലും ഈ മനുഷ്യൻ ചെയ്തിട്ടുണ്ടോ? പാര വെച്ചിട്ട് ഉള്ളതല്ലാതെ. ഈ AK ആന്റണി, ചരിത്രം വായിക്കണം, ചരിത്രം നമ്മൾ പഠിക്കണം. അന്ന് ഈ വിഴിഞ്ഞം തുറമുഖം പാടില്ല, നോ പറഞ്ഞ പ്രതിരോധ മന്ത്രി, അന്ന് 10 വർഷം 2 UPA ഗവൺമെന്റില് കേന്ദ്രത്തിൽ പ്രതിരോധ മന്ത്രിയായിട്ട് വളരെ ഉന്നത അധികാര സ്ഥാനത്തിരുന്ന ആളാണ് AK ആന്റണി. അദ്ദേഹത്തിന് കേരളത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യാമായിരുന്നു? ഒരു ഘട്ടത്തിൽ അടുത്ത പ്രധാനമന്ത്രി എന്നുവരെ, ഒരു ന്യൂനപക്ഷക്കാരൻ അടുത്ത പ്രധാനമന്ത്രി ക്രിസ്ത്യൻ സമുദായത്തിൽ എന്നുവരെ കോൺഗ്രസ് കാര്യവിടെ പ്രചരിപ്പിച്ചതൊക്കെ ഓർമ്മയുണ്ടല്ലോ AK ആന്റണിയെ കുറിച്ച്, അടുത്ത പ്രധാനമന്ത്രി. അപ്പോ നോ പറഞ്ഞു. VS അച്യുതാനന്ദൻ സർക്കാരിന്റെ പ്രപ്പോസലിന് നോ പറഞ്ഞു. കാരണം ഒന്ന്, N വിജയകുമാർ ഉൾപ്പെടെ ഇടപെട്ടിട്ട് കൊടുത്ത പ്രപ്പോസല് തള്ളിയതിന് കാരണം കരാർ ലഭിച്ച ലാൻകോ കൊണ്ടപ്പള്ളി കൺസോർഷ്യത്തിന് ചൈനീസ് ബന്ധമുണ്ട്, ചൈന കണക്ഷൻ ഉണ്ട്. അതുകൊണ്ട് ചൈനീസ് ചാരന്മാര് വിഴിഞ്ഞത്ത് കടന്നു കയറും. അതുകൊണ്ട്
ഇത് അനുവദിക്കാൻ പറ്റത്തില്ല എന്നാണ് നമ്മുടെ ബഹുമാന്യ AK ആന്റണി ഷൂ വരച്ചത്, ഇത് സ്റ്റോപ്പ് ഇട്ടത്. വീണ്ടും അടുത്ത പ്രപ്പോസൽ കൊടുത്തു VS ഗവൺമെന്റ് തന്നെ, VS അച്യുതാനന്ദൻ ഗവൺമെന്റിന്റെ. അതിനെയും AK ആന്റണി അട്ടിമറിച്ചു. അത് സൂം കൺസോർഷ്യം, അതും ചൈനീസ് കൊണക്ഷൻ അതിനകത്തുണ്ട്. ഈ ചൈനീസ് കൊണക്ഷൻ പറഞ്ഞവരോട് ഇപ്പൊ ഞങ്ങൾ ചോദിക്കട്ടെ, ഈ ചൈനീസ് കൊണക്ഷൻ ഇപ്പൊ വിഴിഞ്ഞത്തില്ലേ? വിഴിഞ്ഞത്തെ സർവ്വ ക്രെയിനും എവിടുന്ന വന്നത്? ഷാങ്ഹായിന്ന്, ചൈനയിലെ ഏറ്റവും വലിയ തുറമുഖത്തു നിന്ന്. മദർഷിപ്പുകൾ ഉൾപ്പെടെ ഇവിടെ ക്രെയിനുകൾ കൊണ്ട് സ്ഥാപിച്ചു. അപ്പൊ ചൈനീസ് കൊണക്ഷൻ ആർക്കും പറയണ്ട. അദാനി ചൈനീസ് കൊണക്ഷൻ വെച്ചിട്ടാണല്ലോ വിഴിഞ്ഞ ഇപ്പൊ സ്ഥാപിച്ചിരിക്കുന്നത്. അവിടുത്തെ എക്യുപ്മെന്റ്സ്, ഉപകരണങ്ങൾ, ക്രെയിൻ ഉൾപ്പെടെ ചെയ്തിരിക്കുന്നത്. ആദ്യ കപ്പൽ എവിടുന്ന വന്നത്? ഷാങ്ഹായി എന്നല്ലേ വന്നത്, ചൈനയിൽ നിന്നല്ലേ വന്നത്. അപ്പൊ പ്രശ്നമൊന്നുമില്ല. VS അച്യുതാനന്ദൻ സർക്കാർ ഇത് തുടങ്ങാൻ നോക്കിയപ്പോ ചൈനീസ് കൊണക്ഷൻ അതിൻ്റെ അകത്ത് വന്നു. ഈ കണക്ഷൻ എന്ന് പറയുന്നത് മലയാളി പറയുന്നതാണ്, ശരിക്കും ഇംഗ്ലീഷിൽ അതിന്റെ പ്രയോഗം കൊണക്ഷൻ എന്ന് തന്നെയാണ് ആവുക. അതുകൊണ്ടാണ് ഞങ്ങളത് ഗ്രാമർ തെറ്റിക്കാതെ പറയുന്നത്. കൊണക്ഷൻ എന്ന് തന്നെയാണ്. അത് മലയാളത്തിലൊരു അശ്ലീലമായതുകൊണ്ട് നമ്മൾ മലയാളികൾ കണക്ഷൻ എന്ന് പറയും. ശരിക്കും ഇംഗ്ലീഷ് ഉച്ചാരണം കൊണക്ഷൻ തന്നെയാണ്. അപ്പൊ ഈ ചൈനീസ് കൊണക്ഷൻ ഇപ്പൊ എന്താ ചർച്ച ആവാത്തത്? അദാനിക്കാവാം ചൈനീസ് കൊണക്ഷൻ, പക്ഷെ VS സർക്കാരിനാവാം. VS അച്യുതാനന്ദന് പാടില്ല, MV രാഘവന് പാടില്ല. ഇത് പാരവെച്ച ഒരേ ഒരു മനുഷ്യൻ അന്നത്തെ കേന്ദ്ര പ്രതിരോധ മന്ത്രി AK ആന്റണി. ഈ പേര് മറന്നുപോകരുത്. ഈ കേരളത്തിന് വേണ്ടി ഒരു ഗുണവും ചെയ്യാത്ത, ഈ കേരളത്തെ ഇത്രയും ദ്രോഹിച്ച ഒരു കേരളത്തിനൊരു വേറൊരൊറ്റ രാഷ്ട്രീയ നേതാവും ഇല്ല AK ആന്റണിയെ പോലെ. ഞങ്ങൾ തുറന്നടിച്ച് പറയുകയാണ്. തർക്കിക്കാമെങ്കിൽ തർക്കിക്കും, ഓരോന്നും ഞങ്ങൾ എടുത്ത് പുറത്തിടാം. ഈ മനുഷ്യൻ, ഈ AK ആന്റണി കേരളത്തിന് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ളത്, അവിടെയാണ് പിണറായി വിജയൻ എന്ത് ചെയ്തു എന്ന് നമ്മൾ ഓർക്കേണ്ടത്, മനസ്സിലാക്കണം. ഇനി ഉമ്മൻചാണ്ടിയുടെ ഗർഭത്തിന്റെ കാര്യം, അത് അറിയാമല്ലോ. അധികാരത്തിൽ നിന്ന് പുറത്താകുന്നതിന് 6 മാസം മുമ്പ് അദാനിയുമായിട്ടൊരു കരാർ ഒപ്പിട്ടു. ആ കരാറിനെ പറ്റി ഇപ്പൊ KV തോമസ്, ഇപ്പൊ കേരളത്തിന്റെ കേന്ദ്രത്തിലെ പ്രതിനിധിയായ KV തോമസ് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിനകത്തും ചില പിശകുണ്ട്. അത് ഉമ്മൻചാണ്ടി KV തോമസിനോട് പറഞ്ഞത്രേ, നമ്മൾ വിഴിഞ്ഞം ഇതാക്കാൻ നോക്കിയിട്ട് ഇതിനെതിരെ സമരമെല്ലാം ചെയ്തത് ചരിത്രം അവിടെ കിടക്കട്ടെ. വിഴിഞ്ഞം നമ്മൾ ഇതാക്കാൻ നോക്കിയിട്ട് ആകെ ഒരു കരാറേ വന്നിട്ടുള്ളൂ, ഒരു ടെൻഡറേ വന്നിട്ടുള്ളൂ, അത് അദാനിയാണ്. പക്ഷെ അദാനി വീണ്ടും അതിൽ നിന്ന് ചവിട്ടിപ്പിടിച്ചു, അദാനിക്ക് താല്പര്യമില്ല എന്ന് ഉമ്മൻചാണ്ടി KV തോമസിനോട് പറയുന്നു എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. തർക്കിക്കുന്നില്ല. അങ്ങനെ KV തോമസ് തന്നെ മുൻകൈ എടുത്തിട്ട് ഉമ്മൻചാണ്ടിയായിട്ടൊരു മീറ്റിംഗ്, അദാനിയായിട്ട് ഒരു 1 മണിക്കൂർ മീറ്റിംഗ് വെച്ചു. അപ്പോഴും അദാനി വില്ലിങ് ആയിട്ടില്ല. പിന്നെ അദാനി എപ്പോഴാണ് വില്ലിങ് ആയത്? അത് ശശി തരൂർ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഇനി ഓർക്കേണ്ട ഒരു പേര് ശശി തരൂരാണ്, ഇപ്പോഴത്തെ തിരുവനന്തപുരം MP. തരൂര് അദാനിയുമായിട്ട് യാദൃശ്യമായിട്ട് ഒരു വിമാനയാത്രയിൽ മുമ്പൊരിക്കൽ വീഡിയോ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ് നമ്മുടെ പ്രേക്ഷകരോട്. ഇതെല്ലാം നമ്മൾ കൂട്ടി വായിക്കണം, ലിങ്ക് ചെയ്യണം. വിഴിഞ്ഞത്തെ പറ്റി പറയുന്നു, ഇത് ഡോക്യുമെന്റ് ചെയ്യണം. ഒരു വിമാനയാത്രയിൽ യാദൃശ്യമായിട്ട് ഗൗതം അദാനി തരൂരിന്റെ അടുത്തൊന്ന് പരിചയപ്പെടുന്നു. തരൂര് പറയുന്നു വിഴിഞ്ഞം, അപ്പൊ വിഴിഞ്ഞം അവിടെ ചർച്ച വന്ന് താല്പര്യമില്ലാന്ന് അദാനി പറയുന്നു. മുഖ്യമന്ത്രിയെ കണ്ടു, എന്നാൽ എനിക്ക് കേരളത്തിലെ അന്തരീക്ഷത്തിൽ താല്പര്യമില്ല. അപ്പോൾ തരൂര് പറയുന്നു വിഴിഞ്ഞം വലിയ സാധ്യതയുണ്ട്, നിങ്ങളത് കളയരുത്. നിങ്ങൾ പോർട്ട് ബിസിനസ്സിൽ, തുറമുഖ ബിസിനസ്സിൽ ഏറ്റവും വലിയ ഇന്ത്യയിലെ ആളാണല്ലോ നിങ്ങൾ. അതുകൊണ്ട് വിഴിഞ്ഞം കളയരുത്, വിഴിഞ്ഞം വിട്ടുകളയരുത്, മണ്ടത്തരമായിരിക്കും, അത് ഏറ്റെടുക്കണം എന്ന് ശശി തരൂരാണ് അദാനിയോട് പറയുന്നത്, ഗൗതം അദാനിയോട്. അത് അദാനിക്ക് ബോധ്യപ്പെട്ടു. അപ്പൊ ഉമ്മൻചാണ്ടി ചർച്ച നടത്തിയിട്ടും KV തോമസ് ചർച്ച നടത്തിയിട്ടും ഒന്നും അദാനിക്ക് ബോധ്യപ്പെടാത്തൊരു കാര്യം, ശശി തരൂർ കാര്യകാരണ സഹിതം വിഴിഞ്ഞത്തിന്റെ ചരിത്രവും അതിന്റെ പ്രകൃതിയും അതിന്റെ സമുദ്രത്തിലെ ആഴവും കടലിന്റെ ആഴവും കാര്യങ്ങളും എല്ലാം അദാനിയെ ബോധ്യപ്പെടുത്തിയിട്ടാണ് അദാനി ഇങ്ങോട്ട് വന്നത്. ഇത് മനസ്സിലാക്കണം നമ്മൾ. അപ്പം ആ പേര് നമ്മളിവിടെ ഓർക്കുക. അതുകൊണ്ടാണ് നാളത്തെ കമ്മീഷൻ ചടങ്ങിൽ നാളെ ശശി തരൂര് തിരുവനന്തപുരം MP എന്ന നിലയിൽ പങ്കെടുക്കുന്നത്. എന്തേ ഇതിനെതിരെ വിഴിഞ്ഞത്തിനെതിരെ പാരവെച്ച VD സതീഷിന് ക്ഷണക്കത്ത് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നും കിട്ടിയില്ല? കൂട്ടി വായിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളിലൂടെ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഈ വിഴിഞ്ഞം, പിന്നെ ഇനി 1-2 പേരുകൾ ഒരിക്കലും മറക്കരുത്. കഴിഞ്ഞ
മന്ത്രിസഭയിലെ തുറമുഖ വകുപ്പ് മന്ത്രിയായിരുന്ന അഹമ്മദ് ദേവർകോവിൽ, ആ മനുഷ്യൻ വിഴിഞ്ഞത്തിന് വേണ്ടി എന്തൊക്കെ കഷ്ടപ്പെട്ടു, ഊണും ഉറക്കവും ഒഴിച്ചിട്ട് വിഴിഞ്ഞത്ത് എത്രയോ തവണ പോയി. വിഴിഞ്ഞത്തിന്റെ പുരോഗതി, നിർമ്മാണ പുരോഗതി അദാനി ഏറ്റെടുത്തതിന് ശേഷം അത് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്ത ഒരു മന്ത്രിയായിരുന്നു പഴയ തുറമുഖ മന്ത്രി അഹമ്മദ് ദേവർകോവിൽ. അതും LDF ഗവൺമെന്റിലെ പിണറായി സർക്കാരിലെ തുറമുഖ മന്ത്രി. നമ്മുടെ ദിവ്യ എസ് അയ്യർ MD ആയിട്ട് വരുന്നതിന് മുമ്പ്, വിസിലിന്റെ MD ആയിട്ട് ദിവ്യ എസ് വരുന്നു മാധ്യമങ്ങളിൽ നിറഞ്ഞിരിക്കുന്നു. അതിനു മുമ്പ് വേറൊരു IAS ഓഫീസർ, ഒരു വനിതാ ഓഫീസർ ഉണ്ടായിരുന്നു. വിഴിഞ്ഞത്തിന്റെ കാര്യങ്ങൾ ദേവർകോവിലിനൊപ്പം, അഹമ്മദ് ദേവർകോവിലിനൊപ്പം കൂടെ നിന്നിട്ട് ഇതെല്ലാം സ്പീഡപ്പ് ചെയ്ത ഈ തുറമുഖ നിർമ്മാണം നിർവഹിച്ച ഒരു MD ഉണ്ടായിരുന്നു, IAS ഓഫീസർ. മറ്റൊരു വനിത, അവരുടെ പേര് ഡോക്ടർ അദീല അബ്ദുള്ളയാണ്. പിന്നീട് അവർ വയനാട് കളക്ടറായിട്ട് പോയത് ഓർക്കുക. അപ്പൊ അവരുടെ പേരും നമ്മളിവിടെ മറന്നു പോകരുത്. ഇതേപോലെ വിഴിഞ്ഞത്തിന് വേണ്ടി പോരാടിയ, വിഴിഞ്ഞത്തിന് വേണ്ടി ശ്രമിച്ച ഒട്ടേറെ പേരുകളുണ്ട്. ഞങ്ങൾ ചുരുക്കി പറയുകയാണ് ഇത്രയും ഒരു ലിസ്റ്റ്. ഇവരെയൊന്നും മറന്നിട്ട് അല്ല വിഴിഞ്ഞം നമ്മൾ കമ്മീഷനിങ് ചെയ്യേണ്ടത്. എട്ടുകാലി മമ്മൂഞ്ഞുമാര് എല്ലായിടത്തും ഉണ്ട്. മോദി സർക്കാർ ഇപ്പൊ ചെയ്തു കൂട്ടിയത് എന്താന്ന് നമുക്കറിയാം. അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ എടുത്തുകൊണ്ട് പോകാൻ ഒരു ഉളുപ്പുമില്ലാതെ പരസ്യം കൊടുക്കുക ദേശീയ മാധ്യമങ്ങളിൽ. വികസിത് ഭാരതൻ 2047 ഭാഗമായിട്ട് വിഴിഞ്ഞം ഞങ്ങൾ യാഥാർത്ഥ്യമാക്കി എന്ന് പറയുന്ന ഈ കേന്ദ്ര സർക്കാർ, നരേന്ദ്രമോദി സർക്കാർ എന്താണ് വിഴിഞ്ഞത്തിന് വേണ്ടി ചെയ്തത് എന്ന് നമ്മൾ ആലോചിക്കുക. ഇതൊക്കെ പിന്നെ ഇത്രയെങ്കിലും നമ്മൾ ഈ കൗണ്ട് ഡൗണിന്റെ അവസാന ഇന്നത്തെ ദിവസം, നാളെ ഉദ്ഘാടനം, കമ്മീഷനിങ്, ഇത്രയെങ്കിലും പറയാതെ ഇത് പൂർത്തിയാവില്ല. ഇവിടെ പലരെയും വിട്ടുപോയിട്ടുണ്ട്. വീഡിയോ നീണ്ടു പോകുന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ബാക്കി ഒന്നും പറയാത്തത്. പറയാൻ ഒത്തിരിയുണ്ട്, ഇത്തിരിയല്ല ഒത്തിരിയുണ്ട്. അത് മറ്റൊരവസരത്തിൽ നമുക്ക് പറയാം.